പേര് അത് പറയണോ അല്ല റീലിൽ കൂടെ ഫീൽ ചെയ്യണോ? റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് കത്തിച്ച് കളയാം. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ് ആണ്. അപ്പൊ മെറ്റീരിയൽ വെച്ചിട്ട് അതിൽ ആൽഫബറ്റ്സും നമ്പേഴ്സും ഇതൊക്കെ ഉണ്ട്. ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ്, അതേപോലെ തന്നെ ഏട്ടൻ്റെ ഫാദറും മെഡിക്കൽ ഫീൽഡാണ്. കാരണം എന്താ വെച്ചാൽ 6 മാസം വരെയൊക്കെ ഇങ്ങനെ പേരിടാതെ കുട്ടിയെ ഇതാക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് സ്പെഷ്യൽ ആണ്, അതേപോലെ തന്നെ നമ്മൾ അത്രയും കെയർ എടുക്കേണ്ടതും. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ ബേബി വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മള് ബേബി വന്നതിന്റെ തിരക്കും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അവനൊക്കെ സെറ്റായി, ഞങ്ങളും ഒന്ന് സെറ്റായി. അപ്പൊ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. ബേബി വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 1 month ആയി. അതെ, 1 month കഴിഞ്ഞു. റീസെന്റ് ആണ് അവന്റെ 28 ചടങ്ങൊക്കെ ഉണ്ടായത്. ബേബിയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിരുന്നു. നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് മാത്രമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു അത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 28th ഡേ, അതായത് 28 ചടങ്ങിന് അവന് വന്ന ഗസ്റ്റുകൾ എല്ലാവരും കൊടുത്ത ഗിഫ്റ്റുകൾ നമ്മൾ തുറക്കാന്ന് വെച്ചു. നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ടാണ് കേട്ടോ നമ്മള് ഈ ഒരു വീഡിയോ. ക്യൂരിയോസിറ്റി മാത്രല്ല, അത് ഭാവിയിലോട്ട് ഇപ്പൊ അവന് ഇതൊന്നും എന്താ ഏതാന്നൊന്നും അറിയാനുള്ള പ്രായമായിട്ടില്ല. അപ്പൊ അവൻ കുറച്ച് വലുതാവുന്ന സമയത്ത് അവന് ഇതൊക്കെ കാണാനും എന്തൊക്കെയാണ് അവന് കിട്ടിയത് എന്നൊക്കെ ഒന്ന് കാണാനുള്ള ഒരു വീഡിയോയും കൂടെ ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാന്ന് പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് യൂഷ്വലി നമ്മുടെ ഫംഗ്ഷൻസിന്റെ ഗിഫ്റ്റ്സ് ഒന്നും നമ്മൾ നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിക്കാറൊന്നുമില്ല. അപ്പൊ ഇത് അവന്റെ ആവുകൊണ്ട് നമുക്കും അത് സ്പെഷ്യൽ ആവും. നമ്മളുടെയൊക്കെ എപ്പോഴും നമുക്ക് സ്പെഷ്യൽ ആവുക നമ്മുടെ ബേബീസിന്റെ കാര്യങ്ങളായിരിക്കും. സോ അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ഓരോന്നായിട്ട്. നമുക്കപ്പോ തുറന്നു നോക്കാം. നമ്മുടെ ഗിഫ്റ്റ്സ് ഒക്കെ ഇവിടെ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കാണ് എടുക്കാൻ സൗകര്യത്തിന്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ആരാ എന്താ തന്നൊന്നും നമ്മള് വീഡിയോയില് പറയുന്നില്ല. എന്ത് ഗിഫ്റ്റും നമുക്ക് അത്രയും സ്പെഷ്യൽ ആവുകൊണ്ടാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. പിന്നെ അപ്പൊ നമ്മൾ ഇതില് ആരെന്ത് തന്നു എന്നുള്ളതല്ല, അവൻ എന്ത് കിട്ടി എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാക്കറ്റ് അൺബോക്സ് ചെയ്തു. ഇത് നമ്മൾ കിട്ടിയ ഓർഡറിനോ അല്ലെങ്കിൽ ഇതായിട്ടൊന്നല്ല, നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇവിടെ വെച്ചിട്ടുള്ളതിന് നമുക്ക് ആദ്യം കയ്യിൽ കിട്ടുന്നത് എടുക്കണമെന്നേ ഉള്ളൂ. കിട്ടിയ ഓർഡർ അല്ലെങ്കിൽ നമുക്ക് അതും ശരിയാണ്, അത് പറയില്ല. അപ്പൊ നമുക്കിത് റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് ഡസ്റ്റ്ബിനിൽ ഇട്ടിട്ട് കത്തിച്ച് കളയാം. ഇപ്പൊ തൽക്കാലം വിടണം. ഇത് 2 ബോക്സ് ഉണ്ട്. അതെ, ഇത് കാണാൻ ഹിമാലയയുടെ ഒരു ബേബി സെറ്റ് ആണ്. ഇതില് ഒരു പൗഡർ വരുന്നുണ്ട്, പിന്നെ ഒരു ബേബി ലോഷൻ ഉണ്ട്, സോപ്പ് ഉണ്ട്, പിന്നെ ബേബി വൈപ്സ് ഉണ്ട്, ഓയിൽ ഉണ്ട്, പിന്നെ ഈ സൈഡിൽ എന്താ ബേബി ഷാംപൂ. ഹിമാലയയുടെ ഒരു സെറ്റ് ആണിത്. അതാണ് ഒരു ഐറ്റം ആ ഗിഫ്റ്റിലെ. ആ ഗിഫ്റ്റിലെ തന്നെ ഒരു സെക്കൻഡ് ഇതാണ് ഡ്രസ്സ്. പൊട്ടിച്ചത് നമുക്ക് ഈ സൈഡിലോട്ട് വയ്ക്കാം. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് ബേബി ബോയ് ആണ് കേട്ടോ ഉണ്ടായത്. നമ്മള് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബേബി ബോയ് ആണ് നമുക്ക് ഉണ്ടായത്. നമ്മള് 28-ന് തന്നെ നമ്മൾ പേരിടലും കൂടെ കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ 6 മാസം വരെയൊക്കെ ഇങ്ങനെ പേരിടാതെ കുട്ടിയെ ഇതാക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മള് അതെ, ഹോസ്പിറ്റലിൽ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിനക്ക് പേര് നമ്മൾ എന്തായാലും കൊടുക്കുന്നുണ്ട്. അപ്പൊ 28-ന് തന്നെ പേരിടാന്ന് വെച്ച് പേരിടൽ ചടങ്ങും നടത്തി. അപ്പൊ 28-ന്റെ വീഡിയോ നമ്മള് ഒരു റീൽ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു 1 minute വീഡിയോ ഉണ്ട്. അത് നമ്മള് എന്റെ ചാനലില് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാവരും അത് പോയി ചെക്ക് ചെയ്യാം. നമ്മള് ലിങ്ക് വേണമെങ്കിൽ ഈ വീഡിയോന്റെ താഴെ
ഇടാം. പേര് പറഞ്ഞില്ല നമ്മള്. അപ്പൊ നമ്മുടെ ബേബിയുടെ പേര് അത് പറയണോ അല്ല റീലിൽ കൂടെ റീൽ ചെയ്യണോ? അങ്ങനെ ചെയ്യാൻ. അപ്പൊ പേരറിയാൻ താല്പര്യമുള്ളവര് ഐഷുവിന്റെ ചാനലിൽ കയറി ആ റീലല്ല ചാനൽ ഷോർട്സ് കാണുക. ഓക്കെ. അപ്പൊ ഇത് ഒരു സെറ്റ്, ഒരു ട്രൗസർ ഡ്രസ്സാണ്. ആൻഡ് ഒരു ഷർട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ടാങ്ക് ടോപ്പ് പോലത്തെ ഒരു സാധനം. അതിന്റെ തന്നെ കാണാം പ്രിന്റ്, ഒരു പീച്ച് കളർ. ഇതില് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, കാരണം നമ്മള് റെക്കോർഡ് ചെയ്യുന്നത് നമ്മൾ കാണിട്ടില്ല. അതിൽ തന്നെ വെക്കാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഗിഫ്റ്റ്. ഇതൊക്കെ പിന്നെ ഓർഡർ ചെയ്യാം. പിന്നെ വൃത്തിയായിട്ട് എടുത്ത് വെക്കാം നമുക്ക്. നെക്സ്റ്റ് ഇത് അടുത്ത ഗിഫ്റ്റ്. ഇത് നമുക്ക് വേണമെങ്കിൽ പറയാം, ഇത് ഏട്ടന്റെ വല്യമ്മ ജർമ്മനിയിൽ വന്നതാണ്. എൻ്റെ അമ്മയുടെ സിസ്റ്ററുടെ മകളും ഫാമിലിയും ഒക്കെ ജർമ്മനിയിലാണ്. അവര് ജർമ്മനിയിലായിരുന്നു ബേബി ഉണ്ടായ സമയത്ത്. അപ്പൊ അവിടുന്ന് അവിടെ ഒരു കുഞ്ഞുവാവയുണ്ട്. വാവാന്ന് പറയാൻ പറ്റില്ല, 4 വയസ്സായിട്ടുണ്ടാവും. അപ്പൊ അവളുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ട് ബേബിക്ക്. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ബ്രേസ്ലെറ്റ് ആണ്. അപ്പൊ അവള് വീഡിയോ കാണുമ്പോ വാവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഒരു എന്താ പറയാ, കിലുക്ക് അല്ലേ? അതെ, കിലുക്ക്, ചെറിയ കിലുക്ക്. സോഫ്റ്റ്, പ്ലാസ്റ്റിക് ഒന്നല്ല, ഫുൾ ക്ലോത്ത് വെച്ച് തന്നെയാണ്. അതുകൊണ്ട് ബേബിയുടെ അടുത്ത് കൊടുക്കാനും നിനക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. ഇത് നമ്മൾ കാണിച്ചില്ല. ഒരു റോംബറല്ല, അത് വൺസിയാണ്. വൺസി. ഇതൊരു സെറ്റാണ്, ഒരു ടീഷർട്ട് ആൻഡ് പാന്റ്. ടീഷർട്ട്, അതിന്റെ ഇതെന്താണ്? ഇത് പാഡിൽ ടവൽ തന്നെ തോന്നുന്നു. കുട്ടികളെ റാപ്പ് ചെയ്യണം ഒരു ടവല് പോലത്തെയാണ്. ജർമ്മനിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ട് അറിയില്ല ജർമ്മൻ. അപ്പൊ അതൊക്കെയാണ് ആ പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഡ്രസ്സാണ്. ഒരു സെറ്റ് ഉണ്ട്, അതായത് ഒരു ട്രൗസറും ഒരു ഷർട്ടും ആയിട്ട്. എന്നിട്ട് ബോട്ടയൊക്കെ ഉള്ള ഷർട്ടാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഒരു എക്സിക്യൂട്ടീവ് ബേബീസിന്. ഇത് ഞാൻ പിടിക്കാം, താഴെ ഇഷ്യൂ പിടിച്ചു. അതിൽ തന്നെ വേറെയും ഡ്രസ്സുകളുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നാൻ കാരണം ഞങ്ങൾ രണ്ടാളുടെയും വീട്ടില് ഞങ്ങൾ ഓരോരുത്തരാണ്. അപ്പൊ അത് നമ്മൾ ഉണ്ടായതിനു ശേഷം പിന്നെ വീട്ടില് ചെറിയ കുട്ടികൾ ആരും ഉണ്ടായിട്ടില്ല. ഇവനാണ് കുറെ കാലത്തിന് ശേഷം നമ്മുടെ ഫാമിലിയിൽ വരുന്ന ഒരു ബേബി. ഞങ്ങൾക്കും സിബ്ലിങ്സ് ഇല്ലാത്തോണ്ട് കുട്ടികളുടെ ഇതൊക്കെ അല്ലേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് വേറൊരു സെറ്റ് ഡ്രസ്. ഇതും അതേപോലെ ഒരു സെറ്റ്. അടുത്തതും ഇത് ഒരുപാട് ഡ്രസ്സാ തോന്നുന്നു കേട്ടോ. അതെ, ബേബീസിന് നമുക്ക് മെയിൻ ആയിട്ട് നമ്മളൊരു ബേബിക്ക് വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലും ഡ്രസ്സാണ് ചിന്തിക്കുക. കാരണം ഇപ്പൊ അവർക്ക് ന്യൂ ബോൺസിനൊക്കെ ആവശ്യമുള്ളത് ഡ്രസ്സ്, പിന്നെ അവരുടെ സ്കിൻ കെയർ അല്ലേ, അങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെയാണ് നമുക്ക് ഇപ്പൊ ആവശ്യമായിട്ടുള്ളത്. ടോയ്സ് ഒക്കെ അവർക്ക് എന്താ കുറച്ചും കൂടെ കളിക്കാനുള്ള പ്രായമൊക്കെ ആകുമ്പോഴല്ലേ ടോയ്സ് കൊണ്ടുള്ളതൊക്കെ. അപ്പൊ ആരാണെങ്കിലും നമ്മളാണെങ്കിലും ഒരു ബേബിക്ക് വാങ്ങിച്ചു കൊടുക്കുക പറയുമ്പോ ഡ്രസ്സേ ചിന്തിക്കുള്ളൂ. സെറ്റ് ഡ്രസ്സാണ്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് അല്ലേ, ന്യൂ ബോൺസിന് എപ്പോഴും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. അതൊരു പ്ലേ മാറ്റ് ആണ്. ഇത് എന്റെ വലിയച്ഛൻ
അവരുടെ മോന്റെ അടുത്തേക്ക് ബാംഗ്ലൂർക്ക് പോയി. അപ്പൊ 28 ഉണ്ടായിരുന്നില്ല. പോണേന്റെ മുന്നേ നമുക്ക് തന്നിട്ട് പോയതാണ്. ഇതിവൻ കുറച്ച് വലുതായതിനു ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഫ്ലോറിൽ വിരിച്ചിട്ട് അവനെ കളിക്കാനും ഇതിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലേ മാറ്റ് ആണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് പോലത്തെ മെറ്റീരിയൽ വെച്ചിട്ട് അതിൽ ആൽഫബറ്റ്സും നമ്പേഴ്സും ഇതൊക്കെ ഉണ്ട്. പിന്നെ ആനിമൽസിന്റെ ചിത്രമുണ്ട്. അതെ, അവർക്ക് കുറച്ച് നീന്തുന്ന പ്രായമൊക്കെ ആകുമ്പോൾ ഇതിൽ വിട്ട് കഴിഞ്ഞാൽ ഇതിലോരോ പിക്ചേഴ്സും ലെറ്റേഴ്സും ഒക്കെ കാണുമ്പോൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് തോന്നുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു യൂസ്ഫുൾ പ്രോഡക്റ്റ് എന്ന് പറയാം അല്ലേ. ഇത് അതിലുള്ളതല്ല, ഇപ്പൊ കവറിൽ പെട്ടതാണ്. നമ്മൾ പാക്ക് ചെയ്യണ സമയത്ത് അതിലിട്ടേ ഉള്ളൂ. ഇത് ഞങ്ങൾക്ക് ഇഷ്ടമായ ഒരു സാധനമാണ്. കിലുക്കാണത്, പക്ഷെ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു എന്താ പറയാ, ഒരു ലയണിന്റെ ഒക്കെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കിലുക്കാണ്. ഒരു ടോയ് ആയിട്ടും തോന്നും, പക്ഷെ അത് കിലുക്കാണ്. നിങ്ങൾ ഒരേപോലത്തെ കൊറേ പാക്കിംഗ് കാണും കേട്ടോ. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അവിടുത്തെ ഒരു അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് ആവണം എല്ലാം വാങ്ങിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാവും ഒരേ കവറിങ് ആയിരിക്കും. ഡ്രസ്സുകളുടെ ഒരു സെറ്റ് ആണ് തോന്നുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജബ്ലാസിന്റെ ഒരു സെറ്റ്. ന്യൂ ബോൺസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഡ്രസ്സിനേക്കാൾ കൂടുതൽ ഈ ജബ്ലകളായിരിക്കും. നമുക്ക് കഴുകാനും അതേപോലെ തന്നെ അവർക്കും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാവും ഈ ജബ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സെറ്റ് ഉണ്ട്. അത് പൊട്ടിക്കുന്നില്ല, ബേബി ഡ്രസ് തന്നെയാണ് സെറ്റ്. ഇതിന് 2 സെറ്റ് ഡ്രസ് വരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടാണ് ഈ ഒരു പാക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇതും ഡ്രസ്സുകളുടെ ഒരു സെറ്റാണ്. ഒരു ടീഷർട്ടും അതിനൊരു പാൻറ്റും. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫർ പോലത്തെ ഒരു മെറ്റീരിയലും കൊണ്ടുള്ള ഒരു ടീഷർട്ടും ട്രൗസറും. ഇപ്പൊ നമുക്കെല്ലാം ഡ്രസ്സിന് പറഞ്ഞായിരിക്കും നല്ലത്, ഡ്രസ്സിന്റെ വെറൈറ്റികൾ കാണാൻ. ഇത് അതും ഒരു സെറ്റാണ്. ബ്ലൂ ടീഷർട്ടും. ഇതൊന്നും എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവനൊരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു ട്രൗസറും ഉണ്ട്, ഒരു ടീഷർട്ടും ഉണ്ട്. നല്ല രസമായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. വൈറ്റ് ആൻഡ് ബ്ലൂ കോംബോ ഇല്ലേ? ലൈറ്റ് ബ്ലൂ അല്ല, ഒരു ബേബി ബ്ലൂ എന്ന് പറയാൻ പറ്റും അല്ലേ? നമ്മൾ സ്കൈ ബ്ലൂ കളർ. ഇതും കുറച്ച് വലിയ കുട്ടി വലുതായതിനു ശേഷം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ടീഷർട്ടും ട്രൗസറും തന്നെയാണ്. ഒരു 6 months 1 year ആ ടൈമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കാം. നല്ല രസമുണ്ട്. ഒരു ടീഷർട്ടും ഇതിനൊരു പേര് പറയുമല്ലോ, ഇങ്ങനത്തെ ബെൽറ്റിന്. അങ്ങനത്തെ ഒരു ഡ്രസ്സ് സെറ്റാണ്. ടീഷർട്ടും ബോട്ടം ഇതുമായിട്ട് പാൻറ്റുമായിട്ട് വിത്ത് ഇങ്ങനത്തെ ഒരു ബെൽറ്റ്. നല്ല രസമുള്ളൊരു, എനിക്കിഷ്ടമാണ് പേഴ്സണലി ഇങ്ങനത്തെ ഡ്രസ്സുകൾ കുട്ടികളെ ഇട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 28 ദിവസം രാവിലെയാണ് അവനെ കാണുന്നത് വന്നതാണ് ആദ്യം. ഒരു ബാംഗ്ലൂർ ആയത് കാരണം. ഒരു ടീഷർട്ട്, വേറൊരു ടീഷർട്ട്,
ഒരു ഈ പാന്റ്. ടീഷർട്ടിന്റെ പാന്റാണ്. ഇതൊരു സെറ്റ് ആയിട്ടുള്ളതാണ്. ഇതിന് പാന്റ് ഉണ്ട്. ഇതിനും പാന്റ് ഉണ്ട്. ഇത് അളവ് അല്ല, ഇത് ടീഷർട്ട് ചിലപ്പോ കുറച്ചൊന്ന് കറക്റ്റ് ആവും. പാന്റ് പക്ഷെ കുറച്ച് ലോങ് ആവും, കുറച്ചും കൂടെ വലുതായിട്ടേ പറ്റുണ്ടാവുള്ളൂ. ഒരു പട്ടിക്കുട്ടിയാണ്. പട്ടിക്കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ പട്ടിയാണ്. നടുക്കുരു വന്നു. നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു കളറാണ് സെറ്റ് അല്ലേ. ഞാൻ ആക്ച്വലി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വെറൈറ്റി ഡ്രസ്സുകൾ ഗേൾസിന് മാറ്റുന്നു. ഇപ്പൊ അവന്റെ ഡ്രസ്സുകൾ നോക്കുമ്പോഴും എന്തൊക്കെയാണ് രസമുള്ള ഡ്രസ്സുകൾ കാണുന്നത്. ക്യൂട്ട് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ട്. ഇത് ഒരു ടീഷർട്ടും ട്രൗസറുമാണ്. ഇതൊരു വുഡൻ ബോക്സ് ഡ്രസ് സെറ്റ് തന്നെയാണ്. ഇതില് അത്യാവശ്യം എന്താന്ന് വെച്ചാൽ അവന് വൈറ്റ് ടവൽസ്, ഫേസ് ടവൽ പോലത്തത്, ഡ്രസ്, പിന്നെ സ്നിഗ്ഗി പോലെ കെട്ടാനുള്ളതാണ് തോന്നുന്നു ഇത്. അതെല്ലാം കൂടെ ഒരു വുഡൻ ബോക്സില് പൊതിഞ്ഞിട്ടാണ്. അതെ, ഒരു ഡെനീമിന്റെ ട്രൗസറും ഒരു ടീഷർട്ടും. ഇത് ആക്ച്വലി പാകമാവുന്ന സൈസ് തന്നെയാണ്. കുറച്ച് വലിയ ഡ്രസ്സാണ്. ഒരു 1 ഇയർ ആയി ഇടാൻ പറ്റുന്നതാണ്. ഒരു കോട്ടും ഒരു ടീഷർട്ട് ഉണ്ട്, അതിന്റെ പുറത്തൊരു ജാക്കറ്റ് ഉണ്ട്, ഒരു ട്രൗസറും. 1 ഇയർ ബേബിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഹിമാലയയുടെ ഒരു സെറ്റ്. നമ്മൾ ആരും മഞ്ഞ കണ്ടില്ലേ, അതേപോലെ ബെൽറ്റ് എന്തൊക്കെ വരുന്നത് ഒരു അതെ. ഒരു പേരുണ്ട്, അത് കിട്ടുന്നില്ല. ഇതും ഒരു ഡ്രസ്സാണ്. ഇതിലൊരു ഡ്രസ്സും കൂടി ഉണ്ടാകും, എനിക്ക് കിട്ടിയ ഡ്രസ്സാണ്, അതിൽ കാണിക്കുന്നില്ല. അതൊരു മറ്റേ ഇത് റോംബർ പോലെ ഉള്ളതാണ്, ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പൊ നല്ല യൂസ് ആണ്. ഇപ്പൊ ഡൈപ്പറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന ഡ്രസ്സുകളാകുമ്പോ, അതെ, അങ്ങനെ ആകുമ്പോ താഴ്ഭാഗം മാത്രം ഊരിയിട്ട് ഡൈപ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. സ്പെഷ്യലി നമ്മൾ പുറത്ത് വല്ലോടിക്കൊക്കെ അവനെയും കൊണ്ട് പോകുന്ന സമയത്തൊക്കെ ആകുമ്പോ ഇങ്ങനത്തെ ഡ്രസ്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അതൊരു ഡ്രസ്സിന്റെ സെറ്റ് ആണ്. ഒരു ബ്ലാക്ക് ടീഷർട്ടും ഗ്രേ ട്രൗസറും ടാഗ് അടിച്ചിട്ടുണ്ട്. അതെ, സൈസ് കറക്റ്റ് ആവുന്ന തോന്നണം കാണുമ്പോ. കൊറേ ഡ്രസ് ഉണ്ട് കേട്ടോ ഈ ഒരു ബോക്സിന്റെ ഉള്ളില്. ഓരോന്ന് ഷോൾഡറിൽ കൂടെ ബെൽറ്റ് വരുന്ന പോലത്തെ ഒരു ടീഷർട്ടും ബോട്ടോ ആയിട്ടുള്ള ഒരു സെറ്റ്. പൊട്ടിക്കണ്ടല്ലോ, വേണ്ട. ഇത് ചിലപ്പോ അവന് പാകവും. ഇപ്പൊ ഇത് ഒരു ടീഷർട്ടും ട്രൗസറും ഒരു ക്യാപ്പും ആയിട്ടുള്ള ഒരു സെറ്റ്. ഒരു ടീഷർട്ടും ട്രൗസറും ആയിട്ടുള്ള ഒരു സെറ്റ് ഉണ്ട്. ഫർവ് പോലത്തെ മെറ്റീരിയൽ കൊണ്ടുള്ള ടീഷർട്ട് ആൻഡ് ട്രൗസർ സെറ്റ്. ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ചെറിയൊരു ജബ്ല എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ജബ്ലയുടെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. ജബ്ലയാണ്. ഒരു ട്രൗസറും ഉണ്ട് അതിന്റെ കൂടെ തന്നെ.
അതേപോലെ തന്നെ അതിന്റെ ഒരു കളർ ചേഞ്ച്, ഒരു ബീഡും ബേബീസിനെ റാപ്പ് ചെയ്യണ ടവല്, റാപ്പിംഗ് ടവലാണെങ്കിൽ അതെ റാപ്പ് റാപ്പിംഗ് ചെയ്യുന്ന ടവല്. ടവല് നല്ല രസമുണ്ട്. ഇത് ആക്ച്വലി നമ്മൾ ഹോസ്പിറ്റൽ ബാഗിൽ നമ്മൾ ഇങ്ങനത്തെ എല്ലാം വെച്ചിരുന്നു. പക്ഷെ ഈ മെറ്റീരിയൽ അല്ല, കുറച്ചും കൂടി എനിക്ക് കാണുമ്പോൾ നന്നായിട്ട് തോന്നുന്നു. നമ്മൾ വാങ്ങി വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല, അതിന്റെ പാറ്റേൺ വ്യത്യാസം. കുറച്ച് വ്യത്യാസം 28 ആവുകൊണ്ട് നമുക്ക് കുറച്ച് ഗോൾഡ് ഓർണമെന്റ് അതെ, നമുക്കല്ല അവന് ഗോൾഡ് ഓർണമെന്റ്സ് കിട്ടി. ബോയ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്ക് ഒരുപാട് ഓർണമെന്റ്സും ഓർണമെന്റ്സ് ഇതൊന്നുമില്ല, ഇടേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു വള, ഇതൊരു വള, പിന്നെ ഒരു ഗോൾഡ് കോയിൻ, ഒരു റിങ്, ചെറിയ റിങ്ങാണ്, കാണില്ല കേട്ടോ നിങ്ങൾക്ക്. ഒരു റിങ്ങാണിത്. വീണ്ടും ഒരു ഗോൾഡ് കോയിൻ, ഗോൾഡ് കോയിനാണ്. ഇത് ആക്ച്വലി അൺബോക്സ് ചെയ്യാല്ല, ഇത് നമ്മൾ ഓൾറെഡി ലൈക്ക് ഇത് നമ്മൾ ഓൾറെഡി നോക്കി അല്ലേ കണ്ടതാണ്. ഇത് നമ്മുടെ കയ്യിൽ റാപ്പിഡ് ഒന്നല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടതാണ്. നമ്മൾ കണ്ടതാണ്. അവന്റെ ഗിഫ്റ്റുകൾ തുറക്കാവുന്നത് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. മാത്രം. അപ്പൊ അതൊക്കെയാണ് 28ന്റെ. ഒന്നും കൂടി ഇല്ലേ? ഇപ്പൊ ഇത്രയാണ് അവന് കിട്ടിയ ഗിഫ്റ്റ്. ഇവിടെ പൊട്ടിച്ച ഗിഫ്റ്റ്സ് ഒരു കൂമ്പാരമായി കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാൻസ് കാണിച്ചു തരാം ഗൈസ്. കണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് അവന് 28ന് കിട്ടിയ ഗിഫ്റ്റ്സ്. ഇതിന് മുന്നേ വേറെ ഹോസ്പിറ്റലിൽ നിന്നും അതുപോലെ തന്നെ നേരത്തെ കാണാൻ വരുന്നവരൊക്കെ ഗിഫ്റ്റ്സ് വേറെ തന്നിട്ടുണ്ട്. അതൊക്കെ പാടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇത് 28ന് അവന് കിട്ടിയ ഗിഫ്റ്റ്സ് ആണ് കാണിച്ചത്. അത് നമ്മൾ കാണിക്കാത്തത് അത് എന്താ പറയാ ഇതായിട്ടല്ല, അത് സ്പെഷ്യൽ അല്ലാഞ്ഞിട്ടല്ല. അങ്ങനെ നമ്മള് ഓരോന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ഒരുപാടാവും. അത് മാത്രമല്ല നമ്മളിന്ന് 28ന്റെ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. അവന് 28ന് എന്തൊക്കെ കിട്ടി എന്നുള്ളത് അവന് കാണാമല്ലോ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ അത്ര ആണ് നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഇനി നമ്മള് നമ്മുടെ കണ്ടന്റ്, റെഗുലർ കണ്ടന്റ് വീഡിയോസ് നോർമലി പോലെ തന്നെ വരുന്നതാണ്. പിന്നെ ഇനി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ജേർണിയില് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയതും നമ്മളായിട്ട് റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയതും, അതേപോലെ തന്നെ നമ്മൾ ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ്, അതേപോലെ തന്നെ ഏട്ടന്റെ ഫാദറും മെഡിക്കൽ ഫീൽഡാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അങ്ങനത്തെ ഇന്ററാക്ഷൻസ് കൂടുതലാവുകൊണ്ട് നമുക്ക് അറിയാവുന്നതും മനസ്സിലാക്കിയതും ഒക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന കണ്ടന്റ്സ് ഒക്കെ നമ്മൾ 2 ചാനലുകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓരോ വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. അത് നിങ്ങൾക്കും ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിച്ചത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാന്ന് വെച്ചത്. ഒരു പ്രഗ്നൻസി ജേർണി എന്ന് പറയുന്നതും ആ ഒരു പീരിയഡ് ഒക്കെ ശരിക്കും നമുക്ക് സ്പെഷ്യൽ ആണ്. അതേപോലെ തന്നെ നമ്മൾ അത്രയും കെയർ എടുക്കേണ്ടതും കെയർ കൊടുക്കേണ്ടതുമായിട്ടുള്ള കാര്യം തന്നെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല അത്. അപ്പൊ അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉള്ള ഒരുപാട് ആൾക്കാർ, നമ്മളുടെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പൊ കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അതെന്തായാലും ഉപകാരപ്പെടണം. അതാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ജേർണിയിൽ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പൊ അങ്ങനത്തെ കണ്ടന്റ്സ് ഞങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആയിട്ട് ഓരോ ടോപ്പിക് ആയിട്ട് എടുത്ത് അതിന്റെ വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യാം. അവനെ വെച്ച് വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ചെറിയ ഡിലേ വന്നാലും നമ്മൾ ഉദ്ദേശിച്ച കണ്ടന്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ അവന്റെ പേര് അറിയാൻ താല്പര്യമുള്ളവര് ഐഷുവിന്റെ ചാനലിൽ പോയിട്ട് ഷോർട്സ് എന്നല്ലേ ഇതിന്റെ പേര്, റീൽസിൻ്റെത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം.
അപ്പോൾ അതിൽ കയറി നോക്കിച്ചാൽ അവന്റെ നെയിം റിവീലിംഗ് എന്തൊക്കെ കാണാം. അത് ചെറിയൊരു നെയിം റിവീലിംഗ് ഫംഗ്ഷൻ ആയിട്ടൊക്കെയാണ് നമ്മൾ നടത്തിയത് പേരിട്ടതിന് ശേഷം. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ എത്തുന്നതാണ്. 2 ചാനലുകളിലും നമ്മുടെ രണ്ടുപേർക്കും ചാനലുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പറയുകയാണ്, എന്റെ ചാനൽ സെപ്പറേറ്റ് ആണ്, ഐഷുവിന്റെ ചാനൽ സെപ്പറേറ്റ് ആണ്. ഞങ്ങൾ രണ്ടുപേരുടെ ചാനലിലും വീഡിയോസിൽ വരാറുണ്ട്. അപ്പൊ നമ്മള് കണ്ടന്റ്സും അതേപോലെ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ അടിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനലിന്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കുക. ആൻഡ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമന്റ്സും ഒക്കെ നമ്മുടെ കമന്റ് ബോക്സിലും, അതേപോലെ തന്നെ നമ്മുടെ രണ്ടുപേരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് താഴെ. അതേപോലെ തന്നെ ഇവിടെ മുകളിൽ എഴുതി കാണിക്കാം. അതിൽ കയറി നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.